ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറെ കാലം യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കാര്യമായിട്ട് പുറത്തേക്ക് പോകുന്നില്ല, കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇടാനില്ലല്ലോ. അങ്ങനെ ഞാൻ ഇന്ന് സൂക്ഷ്മദർശിനി ഫിലിം കാണാൻ പോവാണ്, നസ്രിയയുടെയും ബേസിലിൻ്റെയും. അപ്പം ഞാൻ വിചാരിച്ച ഭയങ്കര കോമിക് ഫിലിം ആണെന്നാണ്, പക്ഷെ അങ്ങനെയല്ല എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം എന്തായാലും എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എന്താണ് ഏതാണ് ഫിലിം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി എടുക്കാനായിട്ട്. കയറ്റാനും ഇറക്കാനും ഇച്ചിരി ടഫാണ്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ ഞങ്ങള് എന്തായാലും പോണം. ഞാൻ പോവണോ പോവണ്ടേന്നൊക്കെ ഭയങ്കര ചിന്തയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ KG തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ ഒരു റിലേറ്റീവ് ആണ്. അപ്പം അവൻ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു, അടിപൊളി പടമാണ്, മിസ്സാക്കരുത്, കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഒന്നും കൂടി ക്യൂരിയോസിറ്റി കൂടി എന്താണെന്ന് അറിയാമല്ലോ. കാരണം നമ്മൾ ബേസിൽ നസ്രിയ കോംബോ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുക ഭയങ്കര കോമഡി എന്റർടൈൻമെന്റ് ആണ്, പിന്നെന്താണ് ഭയങ്കര ചിരിച്ച് ഒരു വഴിയാവുന്നത്. കാരണം അവരുടെ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടു. അപ്പൊ ഇന്റർവ്യൂസിലൊക്കെ അവർ ഭയങ്കര കോംബോ ആണ്, ഭയങ്കര കോമിക്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇന്റർവ്യൂസിൽ പോലും നമ്മളെ ചിരിപ്പിച്ചൊരു വഴിയാക്കുന്നുണ്ട്. അപ്പൊ ഫിലിം അതിനേക്കാളേറെ കോമഡി ബേസ് ചെയ്തിട്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇന്നലത്തെ അവന്റെ ഒരു ഫീഡ്ബാക്ക് കേട്ടപ്പോ അല്ല, അത് കുറച്ച് വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള, നീ ചിന്തിക്കുന്ന ഫിലിമേ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും പോയി കാണാമെന്ന് വിചാരിച്ചു. എന്തായാലും പോയി കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു ഫീഡ്ബാക്കും കൂടെ കിട്ടിയപ്പം അപ്പൊ പിന്നെ പോവാതെ വേറെ പരിപാടി ഇല്ല എന്നൊരു മൈൻഡില് അങ്ങനെ ഇരിക്കണോ. അപ്പൊ നമ്മള് മാസ് മൂവീസിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ് ഗൈസ്. പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പോസ്റ്ററിൽ നസ്രിയെ കാണാനില്ല എന്നുള്ള വിഷമം ഞാൻ അറിയിക്കുന്നു. അപ്പം കുറെ നാൾക്ക് ശേഷമാണ് ഞാനും സൂര്യയായിട്ട് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരുന്നത്. റൈറ്റ്, കുറെ നാളെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് വിലസാൻ ഇറങ്ങിയിട്ട്. അപ്പം ഇന്ന് അങ്ങനെ ഒരു എന്താ പറയാ ചാൻസ് വന്നു. അപ്പൊ നമ്മളും പോരാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടോ. അപ്പം 12 അല്ല 2:05 ആയിട്ടുള്ളൂ. 2:15 ഫിലിം. എന്നെ കാണണ്ട, 2:15 ഫിലിം. അപ്പൊ നമ്മൾ ഇത്തിരി നേരത്തെ എത്തി. അപ്പൊ അത് കാരണം പ്രത്യേക ധൃതിയൊന്നും ഇല്ല നമുക്ക്. നമ്മൾ വന്ന വഴിക്ക് ഒരു പണി കിട്ടി. നമ്മളുടെ പെട്രോള് കുറവാണ് വണ്ടിയിൽ. എന്റെ ഫുള്ള് നെറ്റും വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. കുഴപ്പമില്ല, ഞാൻ ഇവന്റെ ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ഞാൻ പെട്രോൾ അടിക്കണം. പോണ വഴിക്ക് എന്തെങ്കിലും വണ്ടി നിൽക്കും. അപ്പൊ അതൊക്കെയാണ് വിശേഷം. അപ്പൊ നമുക്കിനി ഈ തിയേറ്ററിന്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എന്തായാലും കുറച്ച് നേരം കട്ട പോസ്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ മതി. വെരി നോർമൽ ടോപ്പാണ്. ഇതിന് നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് വലിയ ടോപ്പാണിത്. അപ്പം ഇതാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഒരു ജീൻസും, പിന്നെ എൻ്റെ നോർമലി ഇടുന്ന ഒരു ഷൂസും, പിന്നെ എൻ്റെ നോർമലി ഇടുന്ന ഇയറിങ്സ്, മല, മുഖത്തി, മോതിരങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ കണ്ടോ ഒരു ഗോൾഡൻ കളറ് അങ്ങനെ ഒരു ലൈൻ ചെയ്തിട്ടുണ്ട് ഐ ഷാഡോ വെച്ചിട്ട്. അത് കാണിക്കാനാണ് സത്യത്തിൽ ഞാനിത് പറഞ്ഞത്. ഞാനിപ്പോൾ ഇടക്കിടക്കാ ചെയ്യുന്നുണ്ട്. എനിക്കിത് എന്നെ തന്നെ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് എനിക്കത് കാണിക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഇനി ഇവനെ ഏതോ ഒരു പഴയ ഇതൊക്കെ ദുബായ് ഇറക്കുമതിയാണ് ഗൈസ്, പൈസക്കാരൻ അച്ഛൻ ഇറക്കി കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പം എന്താ കഥ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ല ഇവിടെ. നല്ല പടമായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ ചെന്ന് നമുക്ക് സാവധാനം സംസാരിക്കാം. സെക്കൻഡ് സ്ക്രീനാണ്. ഞാൻ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ അങ്ങനെയും വലിയ പണിയൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ ഫിൽറ്റർ കൊള്ളാം അല്ലേ? അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ടാറ്റാ. ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മളിപ്പോൾ പടം കണ്ട് ദേ പാർക്കിംഗ് വണ്ടിയൊക്കെ എടുത്ത് പോവാണ് കേട്ടോ. കൊള്ളാം. ഒരു മോശം പറയാൻ എനിക്കില്ല, നല്ലത് ഞാൻ വഴിയെ പറയാം. മോശം എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. അതിന് മുമ്പ് നമുക്ക് സൂര്യയുടെ ഒരു ഫീഡ്ബാക്ക് കേൾക്കാം. അപ്പോഴേക്കും എൻ്റെ വണ്ടി ഒന്ന് ഒതുക്കി കഴിയും. ഇവിടെ നിന്ന് ഞാൻ നീങ്ങട്ടെ. സൂര്യ സംസാരിക്കുന്നതാണ്. പറയൂ സൂര്യ, എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? നല്ല ഫിലിം. പറയൂ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞാൽ മതി. നീ വിചാരിച്ച ഒരു ഫിലിം ആയിരുന്നോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നീ വിചാരിച്ച രീതിയിലല്ല. ലാഗ് അടിച്ചു വരില്ലയോ?
നേരെ പിടിക്കണം. നോ. ഓക്കെ. ഇന്റർവെല്ലിന് മേടിച്ച പോപ്കോണും ഐസ്ക്രീമും ഇഷ്ടായോ? ഐസ്ക്രീം എന്നാലും ഐസ്ക്രീം കഴിച്ചല്ലോ, ഇഷ്ടായോ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമായില്ല ഗൈസ്. സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ എന്താ പറയാ, അത്രയും വലിയ ഗുലുമാല് പിടിച്ച പരിപാടിയൊന്നുമല്ല. ഒരു നോർമൽ കേസ് അല്ലെങ്കിൽ നോർമൽ നമ്മൾ ഫിലിംസില് സാധാരണ ക്രൈമിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഒരു എന്താ പറയാ കേസ് കാര്യങ്ങൾ. ഫിലിമൊക്കെ വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ കഥ, അതാണ് ഞാൻ അങ്ങനെ തപ്പി സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ ചേട്ടൻ ഇത്തിരി ധൃതിയുണ്ട്. അപ്പോ അതിനെന്താ വെച്ച് കഴിഞ്ഞാല്, പക്ഷെ ഇവര് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ നമുക്കൊന്നും മനസ്സിലാവില്ല. ഭയങ്കര ക്യൂരിയോസിറ്റി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ സൂര്യോട് പറഞ്ഞു, സൂര്യ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാ തോന്നണേ, അതിന് വരെ നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് അവന് ചിലപ്പോൾ അറിയണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു പടത്തിന്റെ ഇടയിൽ ഇവനെ വിളിച്ചിട്ട്. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിച്ച എന്റെ അഭിപ്രായമൊക്കെ പറയും. അപ്പം ഞാൻ അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയാ, ആ രീതിയിൽ നമ്മളെ കൊണ്ടുപോവാണ്. അതായത് ഇതിപ്പോഴൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് കഥാപാത്രങ്ങളെ ക്ലിയർ ആണ്, ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആണ്, സ്റ്റോറിയും ക്ലിയർ ആണ്. അതായത് സ്റ്റോറിയുടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. എന്താണോ ഫിലിം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. പക്ഷേ അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതുപോലെയാണ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആയാലാണ് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. പിന്നെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ലവ് ഇറ്റ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റീസൺ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവരൊന്നും ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ ഒരു ഫീൽ അല്ല നമുക്ക് കിട്ടുന്നത്. ഇവരൊക്കെ ഇത്രയും കാലം ക്യാരക്ടർ എങ്ങനത്തെ ക്യാരക്ടറാണ് ഹാൻഡിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് നസ്രിയേനെയും ബേസിലിനെയും മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എക്സ്പെക്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവരിങ്ങനെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ കോമഡി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവർ രണ്ടുപേരെ മാത്രം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പ്രഷൻസിൽ നിന്നും ഇതുവരെ കണ്ടിട്ടുള്ള അവരൊരു എന്താ പറയാ, അവരുടെ ഐഡന്റിറ്റി ഓഫ് ആക്ട് ഉണ്ടല്ലോ, എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കിപ്പോ നസ്രിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വേ ഉണ്ട്, അല്ലെങ്കിൽ ബേസിലുണ്ട് ഫിലിമിൽ എന്ന് പറയുമ്പോൾ ബേസിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ല ഇതില്. പക്ഷെ അതൊരിക്കലും മോശമല്ല. ഇവർ ചെയ്തിട്ടുള്ളത് ഇതുവരെയിൽ നിന്നും മോശം എന്ന് പറയാനുമില്ല. ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, അപ്പം കാസ്റ്റിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, കാസ്റ്റിംഗ് ഇസ് ഗുഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സ്റ്റോറി, അല്ലെങ്കിൽ നമുക്ക് അവരെ വീണ്ടും അവരുടെ ഒരു സെയിം ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഫീലൊന്നും ഇല്ല. ദിസ് ഈസ് വെരി ഫ്രഷ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സെക്കൻഡ് പാർട്ട് വെച്ചിട്ടില്ല. എല്ലാം ഈ ഒരു പാർട്ടിൽ തന്നെ ക്ലിയർ ചെയ്ത് അവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡാണ് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡ് വരെ അവരത് ഡിസ്ക്ലോസ് ചെയ്യാതെ നമുക്കൊന്നും മനസ്സിലാക്കാതെ കൊണ്ടുപോയിട്ട് എൻഡിൽ അവരെല്ലാം ക്ലിയർ ആക്കി തരും. അപ്പൊ അത് എങ്ങനെ ക്ലിയർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പടം കഴിയാറായാലും ഇത് വല്ലതും നിനക്ക് ഇനി ഇതെന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടു നിർത്തി സെക്കൻഡ് പാർട്ട് ആക്കുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം വളരെ ക്ലിയർ ആൻഡ് എന്താ പറയാ, നമുക്ക് ഇനി ഒരു ഡൗട്ടുമില്ല, എല്ലാം സോർട്ടായി, ഒരു ഡൗട്ടും എനിക്കിനില്ല, എല്ലാം സോർട്ട് ആയിട്ടുണ്ട്, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഇത്തിരി ഇറക്കി പിടിച്ച ക്യാമറ, എല്ലാം ഭയങ്കര കമ്മ്യൂണിക്കേറ്റഡ് ആണ്. അതിൽ ഇനിയിപ്പോ ഒരു സംശയവും കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബാക്കി ആക്ടേഴ്സ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി ആക്ടേഴ്സൊക്കെ നമുക്ക് ഇതുവരെ എന്താ പറയാ, ഇതുവരെ അവര് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഇപ്പൊ എന്താ പറയാ, ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അവര് ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യാന്ന് പറയില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതില് മറ്റേ ആളുടെ പേര് എനിക്കറിയില്ല, സോറി, നമ്മളുടെ മറ്റേ രോമാഞ്ച ഫിലിമിൽ വന്നിട്ട് എന്റെ മാല കാണാതായി പോയി, അപ്പൊ അതൊന്നും എവിടെയാണെന്ന് അനാമികയോട് പറയുമോ ചോദിച്ചിട്ട് സുലോചനയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം മാത്രം ഹാൻഡിൽ ചെയ്തിട്ട് ആ ഒരു കേളി ഹെയർ ചേച്ചി പോയിട്ടുണ്ട്. ആള് ഈ ഫിലിമിലുണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു ചെറിയ പോർഷൻസ് ആണ് ആൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ചെറിയ ഭാഗമാണെങ്കിൽ നമുക്ക് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് അവരൊക്കെ. അപ്പൊ എനിക്ക് പേരറിയില്ല കേട്ടോ, സോറി, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. ബാക്കിയാണെങ്കിൽ അവരെ നെയ്ബേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു എലമെന്റ് ആണ് കുറച്ച് കോമിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എവിടെയെങ്കിലൊക്കെ കുറച്ച് ചിരിക്കാനുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ KPC മാഡത്തിന്റെ മകനൊക്കെ ഉണ്ട്. അപ്പൊ അത് എനിക്ക് കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സ്റ്റോറി ഈസ് എ വെരി നോർമൽ, അല്ലെങ്കിൽ ഒരു വെരി ഓക്കെ സ്റ്റോറിയാണ്. പക്ഷെ അത് അവര് നമ്മളെ കാണിച്ചു തന്ന രീതി, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി, അത്
അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ടിങ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൽ ഒരുപാട് എലമെന്റ് ഓഫ് ആക്ടിങ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ. അതായത് ഒരുപാട് ഇമോഷൻ കാണിക്കുക, കരച്ചിൽ കാണിക്കുക, ദേഷ്യം കാണിക്കുക, പ്രേമം കാണിക്കുക, അങ്ങനത്തെ ഒന്നും ഭാഗങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എവറിത്തിങ് വാസ് ഓക്കെ. അതായത് ഒരു മോഡിൽ ഒരു ഇതിലാണ് പോകുന്നത്, ഒരു സ്ട്രേറ്റിലാണ് പോകുന്നത്. അതേ രീതിയിലാണ് ഇവരെല്ലാ എക്സ്പ്രഷൻസും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം ചില ഫിലിംസിൽ ഭയങ്കര സാഡ് ആയിട്ടുള്ള ഏരിയയിൽ ഭയങ്കര കച്ചിലും കാര്യങ്ങളും, പിന്നെ റൊമാൻറ്റിക് ഏരിയയിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ, അങ്ങനെ പല രീതിയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇതിൽ ഓൾ ത്രൂ ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ എന്തൊക്കെയോ ബ്ലാ ബ്ലാ അടിക്കുന്നുണ്ടല്ലേ. ഓക്കെ, സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾ ത്രൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇടയിൽ വന്ന പോപ്കോൺ ഇഷ്ടപ്പെട്ടു, ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊള്ളാം. പിന്നെ എൻ്റെ ഒരു എന്താ പറയാ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, സെക്കൻഡ് പാർട്ട് ഇല്ലാത്ത ഫിലിംസിനോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ഇല്ല. സെക്കൻഡ് പാർട്ടൊന്നും ഇല്ലാതെ അവസാനിപ്പിച്ചത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ കാത്തിരിക്കുമ്പോൾ കുറച്ച് ഷോക്കായേനെ. കാരണം ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് അപ്പം ഓർത്തിരിക്കാൻ മാത്രമുള്ള സീൻസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് ഇല്ലാത്തത് നന്നായി എന്ന് ഫീൽ ചെയ്യുന്നു. സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഫിലിം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ ചെയ്തതുമില്ലല്ലോ. അപ്പം അങ്ങനെ ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം നമ്മള് മാസന്ന് എന്റെ വീട് എത്താനുള്ള ദൂരം വരെ ഞാൻ ബ്ലാ 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 കഷ്ടപ്പെട്ട് അടിച്ചിട്ടുണ്ട്. സൂര്യക്ക് ഈ ഫിലിം ഇഷ്ടായോ? ഇഷ്ടായി? ഓക്കെയാണ്. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചൊരു രീതിയല്ല ഫിലിം വന്നിട്ട്. ഇറ്റ്സ് ഓക്കെ, നല്ലൊരു ഫിലിമാണ്. അപ്പൊ എല്ലാവരും പോയി കാണുക. ഞാൻ സജസ്റ്റ് ചെയ്യും മാക്സിമം ഫിലിംസ് ഒക്കെ തിയേറ്ററിൽ പോയി ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിന് വേറൊരു വൈബാണ്. ഇനി നിങ്ങൾക്ക് അതല്ല വീട്ടിലിരുന്ന് കാണാനാണ് ഞങ്ങൾ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് കാണുക. അങ്ങനെയുള്ളവർ തിയേറ്ററിൽ പോകരുത്. കാരണം ചിലർ ഭയങ്കര ഉറക്ക ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷംസ്. ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ പോവും. എക്സാക്ട്ലി ഇന്നലെ രാത്രി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തോന്നുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമൽ ടോക്സിന്റെ ഇടയിൽ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ അമരൻ മൂവിന്റെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ, അമരൻ മൂവി ഞാൻ കണ്ടു കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. അത് പിന്നെ ഒരു റിയൽ സ്റ്റോറിയാണ്. പിന്നെ ഞാനത് കുറച്ച് റിവ്യൂ ഒക്കെ ഞാൻ വണ്ടി നിർത്തി ഞാൻ അത് പറയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ അതിന്റെ റിവ്യൂ ഒക്കെ എടുക്കണം എന്ന് വെച്ചു അമരന്റെ. ഞാൻ സത്യം പറഞ്ഞ കുറച്ച് വീഡിയോ എടുത്തു. പക്ഷേ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര കരഞ്ഞ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഞാൻ മോങ്ങലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കത് ഇടാനുള്ള ഒരു ഇത് പോയി. കാരണം ഇത്ര കരയില്ല ഞാൻ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. വീട്ടിലെത്തിയിട്ട് എനിക്ക് ആ ഒരു ഇത് പോകുന്നില്ല. അപ്പൊ പിന്നെ എനിക്കത് ഇടാനുള്ള മൂഡ് പോയി. കാരണം ഞാൻ അങ്ങനെ കരയണത് വേറെ ആരും കണ്ടങ്ങനെ സൂക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വീട്ടിലെത്തി. വീട്ടിൽ വന്ന വണ്ടി പാർക്ക് ചെയ്തു. അപ്പം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു ഫിലിം ആയിരുന്നു. എല്ലാവരും പോയി കാണാം. അപ്പൊ ഒരു ബൈ പറഞ്ഞാടാ. ബൈ.